ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. എന്താണോ? എനിക്ക് കുറച്ച് ദിവസം പിന്നെ ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു 3:30 ആയപ്പോഴത്തേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് എന്തോ ഒരു മയക്കം പോലെ അങ്ങ് തോന്നി. ഞാൻ പിന്നെ കയറി, അങ്ങനെ ഞാൻ കിടക്കുന്നതല്ല. അന്നേരം ഞാൻ അങ്ങനെ കിടന്നു. പോയി കിടന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് മയങ്ങിപ്പോവുകയും ചെയ്ത്. മയങ്ങിപ്പോയിട്ട് എനിക്കറിയത്തില്ല, ശരീരം മൊത്തം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു, അത് എങ്ങനാ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഒരു അനുഭൂതിയോ എന്തോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കാലിന്റെ നഖം തൊട്ട് തലമുടി വരെ ഇങ്ങനെ അങ്ങൊരു ആനന്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആനന്ദം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് ഉണർന്നു. ഒരു വേറെ നേരം അങ്ങനെ നിന്നിട്ട് ഞാൻ പിന്നെ ഉണർന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ ആ ശരീരത്തിന്റെ ആനന്ദം പറഞ്ഞറിയിക്കാൻ വയ്യ. അതുപോലൊരു ഭയങ്കര ഫീല്. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസത്തേക്ക് എനിക്ക് ആ ഒരു, പിന്നെ ഞാൻ പറഞ്ഞ ഈ ചിത്രശലഭവും ഈ ചെറിയ വണ്ടുണ്ടല്ലോ, ചെറിയ വണ്ട്, ഇതെല്ലാം വന്ന് എന്നെ ചുറ്റുക. അത് നല്ല അനുഭവമാണോ അതോ ശരിക്കും തോന്നലാണോ അതോ ശരിക്കും വണ്ട് വന്ന് ചുറ്റുണ്ടോ? ശരിക്കും കുഞ്ഞു വണ്ടില്ലേ, കുഞ്ഞു വണ്ടും പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയ ഈ മഞ്ഞ ചിത്രശലഭവും വെള്ള ചിത്രശലഭവും ഒരു 2 എണ്ണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചുറ്റും. പിന്നെ വണ്ട് ഞാൻ പെരക്കകത്ത് കയറിയാൽ ഇപ്പൊ ശകലം പിന്നെ കൂടെ വന്ന് ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്ന കൂട്ട് വെച്ചിട്ട് പോയതേ ഉള്ളൂ. അങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ഇത്. അന്നേരം ഞാൻ പിന്നെ ടാരോ കാർഡ് ഞാൻ ഇടയ്ക്ക് കാണും. അതെല്ലാം നമ്മളിലോട്ട് ഇങ്ങനെ വന്നതാ, അല്ലാതെ നമ്മൾ തെരഞ്ഞു പോയതല്ല. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരുന്നത് തന്നെ പറവെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അന്നേരം അതിനകത്ത് ഇങ്ങനെ ബുദ്ധഭഗവാന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു. അന്ന് രാത്രി ഞാൻ ഇതുപോലെ ഇത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് അങ്ങോട്ടങ്ങ് അടുപ്പം തോന്നുക. എന്നിട്ട് ഭഗവാനായിട്ടും പറയുന്ന രണ്ടുപേരും ഒന്ന് തന്നെ, കൈലാസത്തിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ ബുദ്ധ ഭഗവാന്റെ ഇതൊക്കെ. എന്നിട്ട് ഞാൻ പിന്നെ ധ്യാനത്തിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഭഗവാന്റെ കണ്ണ് കാണും. അന്ന് സ്വാമി പറഞ്ഞോട്ട് തന്നെ താമരയിലുള്ള പോലെ ഒറ്റ കണ്ണേ ഉള്ളൂ, ഒരു കണ്ണ് മാത്രം ഇങ്ങനെ അടച്ചിട്ട് അതിങ്ങനെ പതുക്കെ തുറന്നിട്ട് അതിനകത്ത് ഇച്ചിരി വലിയൊരു കൃഷ്ണമണിയാണ്, വലിയ കണ്ണായിട്ടാണ് കാണുന്നത്. ആ കൃഷ്ണമണിക്കകത്തോട്ട് ഞാൻ നോക്കിയപ്പം എന്നെ നല്ലതായിട്ട് കാണാം. നല്ലതായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുവാ. എനിക്കറിയത്തില്ല, അത് ആ ഒരു ദൈവീകതയാണ് അതിനകത്ത് കാണുന്നത്. നല്ലതായിട്ട് കാണുക കണ്ണിനകത്തൂടെ. എന്നിട്ട് പിന്നെ ഈ ഫോട്ടോയ്ക്കകത്ത് വെച്ചേക്കുന്നില്ല, അതേപോലെ തന്നെ ഞാനിരുന്ന് ധ്യാനിക്കുന്ന രംഗം ഇങ്ങനെ കാണുക. അത് എനിക്ക് നല്ല ബോധമുണ്ട്, ഇങ്ങനെ ധ്യാനിക്കുന്നെങ്കിൽ ബോധമുണ്ട്, എനിക്കിങ്ങനെ കാണാം. അങ്ങനെ ഒരനുഭവം ഉണ്ടായി. പിന്നെ മറ്റേ സാറ് പറഞ്ഞോട്ട്, സുധീഷ് സാറ് പറഞ്ഞോട്ട് തന്നെ കുറേ നാളായിട്ട് എനിക്ക് ദേഹം മൊത്തം ചൂടാണ്. എനിക്ക് കുറേ അതിന് മുന്നെയൊക്കെ ആണെങ്കിൽ എത്ര ആവിയാണേലും എനിക്ക് പുതച്ചു മൂടി, തലവഴക്കാരും പുതച്ചു മൂടി കിടക്കണമായിരുന്നു. അത് പോയിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ല, എപ്പോഴും നല്ല സുഖമാണ് ശരീരം. എന്നിട്ട് ഇങ്ങനെ കൈക്കും കാലിനും ഒക്കെ ഭയങ്കര ചൂടാണ്, നല്ല ചൂട് എന്നിട്ട് പുള്ളിയെ ഞാനിങ്ങനെ അതോ തൊടുമ്പോഴത്തേക്ക് പറയും, ഇതെന്തോടി നിന്റെ കൈക്ക് ഭയങ്കര ചൂടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത നാളിലായിട്ട് ഈ കൈയുടെ നടുക്കൂന്നിങ്ങനെ, ഞാൻ സാറിനോട് പറഞ്ഞില്ലേ സോഡാ കുപ്പിക്കകത്ത അന്നൊരെ പോലും ഇങ്ങനെ അതിങ്ങനെ കൈയുടെ തുമ്പത്തോട്ട് വരുന്നുണ്ട്. അന്നേരം അതൊക്കെ എന്തോ ഇതിന്റെ ഊർജം തന്നെയാണോ? എനിക്ക് അതൊന്നും അറിയത്തില്ല. ആണല്ലേ? അന്നേരം ഞാനിങ്ങനെ ചിലതൊക്കെ നമ്മളിങ്ങനെ ഭഗവാനോട് ചോദിക്കുമ്പോഴാണേലും പറയാം, ഇപ്പൊ ഒരു ഗുരുവിനെ തന്നില്ലേ, ഇനിയും അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നിന്നൊരു ഉൾവിളി തറച്ചിലുണ്ടാകുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിനു വേണ്ടി ധ്യാനത്തിൽ തുടരൂ. അത് നിത്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പുതിയ അനുഭവങ്ങൾ പുതിയ മേഖലയിലേക്ക് എത്തും. അതുപോലെ തന്നെ സാറേ, ഞാൻ ഈ പാട്ട് അതുപോലെ തന്നെ സാറും പറയുന്നുണ്ട്. പിന്നെ എനിക്ക് നേരത്തെയൊക്കെ ഇങ്ങനെ ഈ ദുഃഖഗാനം കേൾക്കുന്നതായിരുന്നു ഭയങ്കര ഇഷ്ടം നേരത്തെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഈ ധ്യാനത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ സംഗീത കച്ചേരിയോട് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ ഈ ഫോൺ എനിക്ക് സത്യം പറഞ്ഞ ഒരു ദൈവം തന്നെ. അത് ഞാൻ എപ്പോഴും അങ്ങനെ ഓർക്കുന്നത്, എന്തോ ഒരു ശക്തിയാണ് നല്ല
എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നത് തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ചാടി കയറി വരുന്നോട്ട് മനസ്സിൽ ഓർക്കുന്നത് ഇങ്ങനെ എല്ലാം തട്ടിമാറ്റിച്ച് ഇങ്ങനെ വരുന്നോട്ട് തോന്നും. അന്നേരം അതിനകത്ത് നമ്മുടെ ഈ ശിവവാക്യാരുടെ ശിവപുരാണം ഇല്ലേ, നമശിവായ വാഴുക നാദന്താൾ വാഴുക എന്നൊക്കെ ഉള്ളേ, അതും പിന്നെ അൻപേശിവമാകും, പിന്നെ നമ്മുടെ അഗസ്ത്യമുനിയുടെ പിന്നെ മനമത് ചെമ്മയാനാൽ മന്ദിരം ചെല്ല വേണ്ടെന്നും പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പാട്ടുകളൊക്കെ എനിക്കിപ്പോ ഭയങ്കരമായിട്ട് ഞാൻ വേറെ ഒന്നും കേൾക്കുന്നില്ല. അന്നേരം അതെല്ലാം ഇങ്ങനെ തന്നെ വരുന്നതാ. എന്നിട്ട് അൻപേശിവ ഞാൻ അന്നേരം ഇങ്ങനെ മനമത് ചെമ്മയാനാലെന്നൊക്കെ ആദ്യം എനിക്ക് കേട്ടപ്പോഴൊന്നും അതിന്റെ ഒന്നും അർത്ഥങ്ങൾ ഇപ്പോഴും അറിയത്തില്ല, വലുതായിട്ട് ചെറുതായിട്ടൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ അന്നേരം ഞാനിങ്ങനെ ഭഗവാനോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഇതിന്റെ ഒന്നും അർത്ഥമൊന്നും വലുതായിട്ട് അറിയത്തില്ല, അന്നേരം ഇച്ചിരിയുടെ എളുപ്പമുള്ള എന്തെങ്കിലും ഒരെണ്ണം ഇട്ടുതന്നായിരുന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ അൻപേശിവമാകും അറിവേ ഗുരുവാകും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ സാർ ആ പാട്ട്? ഇല്ല. തമിഴ്. ഉണ്മ അറിഞ്ഞാലേ ഉള്ളം തെളിവാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളിവാകും. അങ്ങനെയുണ്ട്. അന്നേരം അതിനകത്ത് മൊത്തം നമ്മുടെ ഈ യോഗയുടെ തത്വം തന്നെയാണ്. തത്വം തന്നെ പറയുന്നത്. അന്നേരം അങ്ങനൊക്കെ ഇപ്പൊ ഈ പാട്ടുകളാണല്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം. പുസ്തകം വായിച്ചില്ലേ? ഇല്ല സാറേ, ഞാൻ മേടിച്ചില്ല. സാറിന്റെ വാട്സപ്പ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നല്ലോ, എനിക്കൊരെണ്ണം വേണമായിരുന്നു. അത് ഞാൻ വാട്സപ്പ് കിട്ടാതിരിക്കണ എന്താ? വാട്സപ്പ് കിട്ടാതിരിക്കില്ല. അത് സാറ് മറ്റേ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഇങ്ങനെ എടുക്കാൻ അറിയത്തില്ല. അത് സാറൊരു ഹായ് ഇടുവാണെങ്കിൽ അതിന്റെ ഈ നമ്പര് തന്നെ. അന്നേരം ആയിക്കോട്ടെ. അന്നേരം അത് അങ്ങനെ ബുക്ക് ഞാൻ മേടിച്ചോളാം. എനിക്ക് അതൊന്നും അത് നമുക്ക് കറക്റ്റ് ഇങ്ങനൊന്നും വലുതായിട്ട് അറിയാത്തതുകൊണ്ടാണ് അത് എനിക്ക് വലിയ ഉപകാരം ചെയ്യുമെന്ന് എനിക്ക് തന്നെ തോന്നി. അത് സാർ ഉടനെ ചെയ്തതാണ്, ഞാനത് മേടിക്കാം.